ബാക്കിയൊക്കെ തരും. ശശിയേട്ടന്റെ പോസ്റ്ററും കൂടി വൈകിട്ട് വൈകിട്ട് വരാം. ഈ പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് അടിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടോ? വല്ലതും വേണമെങ്കിൽ ചോദിക്കണം. വേണ്ട. കാർലോ മാക്സ് മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു മുട്ടൂല. പാർട്ടി പട്ടിണി പാവങ്ങളുടെ ആണെങ്കിലും നല്ല റിച്ചാ. അതും ഒരു പാർട്ടി നയമാണല്ലോ. അവന് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാത്രമായിട്ട് വന്നാ തരാം. എന്താടാ പറഞ്ഞത്? മാമ്പഴ പുളിശ്ശേരി അല്ല, പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് വെക്കാനും കാശ് വേണമെന്ന് ചോദിച്ചു. എടാ, എനിക്കിത് കണ്ടിട്ടേ ഒരു ഊളത്തരമായി പോയോ എന്നൊരു സംശയം. ഒരാൾ ചെയ്ത ഊളത്തരം എല്ലാ ഊളകളും ചെയ്യുകയാണെങ്കിൽ, അല്ല എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുകയാണെങ്കിൽ ഫാഷൻ. ഇത് ഫാഷനാ. നല്ല രസമുണ്ട്. നാലാള് പിന്നെ പോലെ തന്നെ ഇല്ലേ? പാപ്പിൻസ് മിഠായി തുറന്ന പോലെ ഉണ്ട്. സുരേഷേ ഒന്ന് കണ്ടില്ലേ നമ്മുടെ ഫ്ലെക്സ് കണ്ടില്ലേ? ജിൽ ജിൽ ജില്ലേ. തട്ടി 4 ആക്കും. എടാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വന്നിട്ടുണ്ട്. ഈ പാർട്ടി മാറി ഒന്നുവരെ മത്സരിപ്പിക്കേണ്ടെന്നാണ് എൽ സി തീരുമാനം. അത് അണികളിലും അനുഭാവികളിലും ഒക്കെ നിരാശ ഉണ്ടാക്കുമെന്ന്. അതിന് ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ മത്സരിപ്പിക്കേണ്ടെന്നാണ് എൽ സി തീരുമാനം. പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലെക്സിലൂടെ ഡേ കഴിഞ്ഞപ്പോഴാണോ പാർട്ടിക്ക് ബോധോദയം ഉണ്ടായത്? ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ മാറത്തില്ല. ഇതിന്റെ പുറകിൽ എന്തോ ഗൂഢാലോചന ഉണ്ട്. UDP പ്രവർത്തകനെ പ്രലോഭിപ്പിച്ച് നിങ്ങൾ ചതിക്കായിരുന്നില്ലേ? എടാ, പാർട്ടി ആരെയും ചതിക്കില്ല. നീ വസ്തുതകളെ അതിന്റെ ഗൗരവത്തിൽ കാണണം. പുതിയതാരെ കെട്ടിറക്കുന്നത് സീനിയർ മെമ്പറായ കുഞ്ഞമ്പൂനെ പരിഗണിക്കണമെന്നാണ് DC തീരുമാനം. DC പോകാൻ പറ. ഞാൻ ശശിയെ പോലെ ഒറ്റക്ക് മത്സരിക്കും. എടാ, ശശിയെ പോലെ അല്ല നീ പാർട്ടി വിട്ട് വന്നവനാ. വിമതനായകനെ അവസരവാദി എന്ന് പറഞ്ഞ മുദ്ര കുത്തും. വെറുതെ പാർട്ടിയെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ ബാബു, ഞാൻ ഇത്ര വർക്കൊക്കെ ചെയ്തിട്ട് എന്റെ ബ്രെയിൻ ഇരുമ്പുന്നു. എടാ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് നീ പാർട്ടി തീരുമാനത്തിന് കീഴ്പ്പെടു. അതാണ് പ്രധാനം. എന്നെ അടുത്ത സൈറ്റിലേക്ക് ഒന്ന് ഇട്ടേക്കോ. വലിയ കാര്യമില്ലല്ലോ. കഷ്ടമല്ല, തൂഞ്ഞാലായി. കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന ഒരു സ്ത്രീ. അവൾ സാരിത്തുമ്പിലൊപ്പിയ കണ്ണുനീർ കടലാകുന്നു. അഖിലയുടെ സ്വപ്നം ഇനിയെങ്കിലും സാധ്യമാണ്. പട്ടണി പാവങ്ങളുടെ തേരോട്ടം സീറ്റ് കിട്ടിയില്ലേ? അല്പം തേഞ്ഞിട്ടുണ്ട്. അച്ഛാ, നിങ്ങൾ വന്നേ. ധാരാ വന്നിരിക്കുന്നേന്ന് കണ്ടോ? പാർട്ടി മാറിപ്പോയ അച്ഛൻ്റെ മോൻ. സ്വാതന്ത്ര്യം, സോഷ്യലിസം, ഇന്ത്യയുടെ കൂടെ ജനാധിപത്യം. അയ്യട്ടി മന്നമ്മേ, തീപ്പെട്ടിക്കോലെ ഒരയ്ക്കുമ്പോ കത്തും, കത്തുമ്പോ ചീറ്റും. കംപ്ലീറ്റ് ചീറ്റി. സുരേഷേ, അച്ഛനൊന്ന് പറയട്ടെ. സുരേഷേ, നിനക്ക് എന്തിന്റെ കേട്ടാ സുരേന്ദ്രൻ? അവന് നന്നായിട്ട് കൊണ്ടു. കണ്ടടാ, ഈ കത്രൊക്കെ ചിതയടാ ചിത. ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടുകാർ വീണ്ടും വന്നു. പാപ്പ സ്ത്രീധനം കൂട്ടി പറഞ്ഞപ്പോൾ പ്രേമത്തിൻ്റെ കാര്യമൊക്കെ അവർ മറന്നു. പള്ളിയിലും അറിയിച്ചു. ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ കല്യാണം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. എൻ്റെ കൂടെ കൂടി നീയും തോക്കാൻ നിൽക്കണ്ട. വിട്ടേരുത്. നിങ്ങൾ തനി രാഷ്ട്രീയക്കാരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. തോന്നുമ്പോൾ കാലുമാറി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എനിക്കങ്ങനല്ല. അതല്ലേ പറഞ്ഞു, എന്നെ വിട്ടേക്ക്. രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ. നമ്മുടെ കുഞ്ഞമ്പു സഖാവില്ലേ, പാർട്ടി ഓഫീസിന്റെ ഭിത്തി കയറി. ഭിത്തിയില്ല? എന്തിന്? ഇന്നലെ സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ വീട്ടിൽ ചെന്ന് കയറിയതാ. ഡും ഒരു വീഴ്ച, പിന്നെ പൊങ്ങിയിട്ടില്ല. ആ,
അന്നൊരു പണി നീ ഒരു റീത്ത് അല്ലെങ്കിൽ എൻ്റെ റീത്തൊക്കെ എന്തിനാണ് ഇപ്പൊ? റീത്തല്ല. ഉം. ഉം. ഇനി 5-ാം വാർഡില് ആര് മത്സരിക്കും? സഖാവ് KP മത്സരിക്കും. KP. എനിക്ക് സീറ്റും വേണ്ട കസേരം വേണ്ട. ഞാൻ ഇന്നലെ ഉസ്മാൻഖാനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. ഇനി ഫേസ്ബുക്കിലൂടെ രാഷ്ട്രീയം മതി. അതാണ് സേഫ് മോനെ. എന്നെ വെറുതെ വിട്ടൊക്കെ ഒന്ന് കിടന്നോട്ടെ. KP ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒന്നുകൂടി കിടക്കണം. ചെല്ലേ. കുഞ്ഞമ്പു ചത്ത സ്ഥിതിക്ക് ഇനി അവന് നറുക്ക് വീഴും. അത് തടയാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ കർത്താവ് ഞാനോ? അവനെതിരെ ഒരു ലൈംഗികാരോപണം കൊണ്ടുവരണം. നീ നാളെ തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കേ. കർത്താവിന് നടക്കാത്ത പറയല്ലേ സാറേ. KPക്ക് എന്നോട് ഒരു പെങ്ങളോടുള്ള സ്നേഹ. പാർട്ടിക്ക് വേണ്ടി സാറ് പറയുന്നതെല്ലാം ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നെറുകേടിന് സാറിനെ നിർബന്ധിക്കരുത്. പാർട്ടിക്ക് വേണ്ടിയല്ല ഇത്, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ. അവൻ ജയിച്ചാലേ എൻ്റെ മകളുടെ ഭാവി പോക്കാം. വയ്യ സാറേ. KP സാറിന്റെ മോക്ക് നല്ലൊരു ഭർത്താവായിരിക്കും. നിർത്തേ. നല്ല ഭർത്താവായിരിക്കും.